മന്ദാരച്ചേല് ആൽബത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം രേണുസുതി ചെയ്ത ബെഡ്റൂം സീൻ വൈറലായിരുന്നു. നിരവധി പേരാണ് രേണുവിനെ വിമർശിച്ച് എത്തിയത്. അഭിനയമോഹയാണെങ്കിൽ മാന്യമായ പ്രോജക്റ്റുകൾ ചെയ്താൽ പോരെ എന്നായിരുന്നു ചോദ്യമുയർന്നത്. അതിനുള്ള മറുപടിയുമായി രേണു ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. സിനിമയിലും ബെഡ്റൂം സീനുകൾ ഉണ്ടാവില്ലേ? ആളുകൾ അത് കണ്ടില്ലേ? ഇതിലും കൂടിയ സീൻ കണ്ടിട്ടില്ലേ? അത് അഭിനയമായി കാണുന്നില്ലേ? അപ്പോൾ പിന്നെ ഇതും അഭിനയമായി കണ്ടാൽ പോരേ? ഞാനും ദാസേട്ടനും മാത്രമല്ല ക്യാമറമാനും ഡയറക്ടറും എല്ലാം ആ റൂമിലുണ്ട്. ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടി ചെയ്ത സീനാണ്. ആൽബത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത് കൊണ്ടാണ് പ്രൊമോഷനായി ഉപയോഗിച്ചത്. നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. രേണു പറഞ്ഞു. ഷോർട്സ് ഇട്ടതിന് വിമർശിക്കാനുള്ള മറുപടിയും രേണു പറഞ്ഞു. നിക്കർ വിധവയെന്ന് വിളിപ്പേര് ഉണ്ടെന്നറിയാം. ഞാൻ ഷോർട്ട് ഇട്ട് വീഡിയോ ചെയ്യുന്നത് കണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. എനിക്ക് കംഫർട്ടബിളായ വസ്ത്രങ്ങളാണ് ഞാനിടുന്നത്. അതിന്റെ പേരിൽ എസ്പി വ്ലോഗ് എന്ന വ്യക്തിയും ഷെഫീന ബീവിയുമാണ് എന്നെ കളിയാക്കിയത്. ഷെഫീന എന്ന സാധനത്തിന് ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. അവരുടെ മകനെ കെട്ടാൻ പോയിട്ടുമില്ല. ഇവരൊക്കെ എവിടെ ചെന്ന് വളരുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നത്. നിക്കർ വിധവ എന്ന പേര് അവരാണ് എനിക്ക് ചാർത്തി തന്നത്. ഇതൊന്നും കേട്ട് ഞാൻ തളരില്ല. ഇനിയും നിക്കറിടും. അതും പല നിറത്തിലുള്ളത്. കൂടാതെ ഡാൻസും കളിക്കും. നിക്കർ വെട്ടുമെന്ന് കരുതി ഒരിക്കലും ഞാൻ ബിക്കിനി ഇടില്ല. സുധിച്ചേട്ടൻ 2022 മരിച്ചതല്ലേ. മരിച്ചവർ സമാധാനത്തോടെ ഉറങ്ങട്ടെ. അവരുടെ കാര്യങ്ങൾ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2026 എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അവരിൽ പലരും എനിക്കറിയില്ല. ബിഗ് ബോസിൽ പോയി വന്ന ശേഷമാണ് എനിക്ക് മനസ്സിലായത് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതും നെഗറ്റിവിറ്റി പരത്താനും കുറച്ചുപേർ ഉണ്ടെന്ന്. വീട്ടിലിരുന്ന് കാശിന് വേണ്ടി ഞാൻ തെണ്ടുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ബിഗ് ബോസിൽ പോവാതിരിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഞാൻ പോയി. അന്തസ്സായി തിരികെ വന്നു. എന്നെപ്പറ്റി അനാവശ്യങ്ങൾ ഇപ്പോഴും പുറത്തു പറഞ്ഞ് നടക്കുന്നവരുണ്ട്.